നമസ്കാരം, കൃഷിപാഠത്തിലേക്ക് സ്വാഗതം. ചിത്രത്തിൽ കാണുന്നത് പോലുള്ള പാവയ്ക്ക് പാവൽ നട്ടിട്ടുള്ള മിക്ക ആളുകളും കണ്ടിട്ടുള്ളതാവാം. ഇത് കായീച്ചയുടെ ആക്രമണം കൊണ്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ വളർച്ചയെത്തിയ കായീച്ചയിലെ പെൺപ്രാണികൾ കായ്ക്കുള്ളിൽ മുട്ടയിടും. ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ കായയുടെ ഉൾവശം കാർന്ന് തിന്നും. അത് പിന്നെ ചീച്ചിലായിട്ടാവും നമ്മൾ കാണുക. അപ്പോൾ കീടബാധ ഏറ്റ കായ്കൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. കൊഴിഞ്ഞു വീണിട്ട് ഇതിനകത്തുള്ള പുഴുക്കൾ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് മണ്ണിലാണ് അതിൻ്റെ സമാധി ഘട്ടം പൂർത്തിയാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ മുട്ടയിടാൻ വേണ്ടിയിട്ട് അവ തുളയ്ക്കുമല്ലോ, കായ്കൾ തുളച്ചിട്ടായിരിക്കും മുട്ടയിടുക. അപ്പോൾ ആ തുള ഇടുന്ന ഭാഗം കറുത്ത കുത്തുകയായിട്ട് കാണപ്പെടും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കായീച്ച ആ പാവയ്ക്കയിൽ മുട്ടയിട്ടിട്ടുണ്ട്, അതിനി അഴുകി പോകാനുള്ള ചാൻസാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ അപ്പോഴേ മനസ്സിലാക്കുക. ഇവ എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താമെന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കുന്നത് കേട്ടോ. അതായത് കീടബാധയേറ്റ കായ്കൾ നശിപ്പിച്ച് കളയുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ കുത്തുകൾ കാണാം, കറുത്ത കുത്തുകൾ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള കുത്തുകൾ കാണാൻ പറ്റും. അങ്ങനെ കാണുന്ന പാവയ്ക്ക അപ്പാടെ പറിച്ച് നശിപ്പിച്ച് കളയുക. പിന്നെ ഉള്ളത്, മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ട് സൂര്യപ്രകാശം ഏൽപ്പിക്കുക. അതായത് ഈ പാവൽ നടുന്നതിന് മുന്നേ നിലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ട് അതിലുള്ള സമാധി ദശയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉള്ളത്, പൂ വിരിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ കടലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാവയ്ക്കയെ പൊതിഞ്ഞ് കെട്ടുക. കടലാസ് തന്നെ അല്ല, നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടുക. അടിയിൽ പ്ലാസ്റ്റിക് കവർ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അടിയിൽ തുറന്നിരിക്കണം, ആ കവർ മൂടിയിരിക്കരുത്. അടിഭാഗം തുറന്നിട്ട് ഉള്ള കവറുകൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടാൻ. പിന്നെ ഉള്ളത്, ക്യൂലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഫെറമോൺ കെണികൾ വാങ്ങിക്കാൻ കിട്ടും. അത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് വയ്ക്കുക. ഒരു ഏക്കറിന് 7 എണ്ണം എന്നാണ് കണക്ക്. അപ്പോൾ നമുക്ക് എത്ര ഏരിയയാണോ ഉള്ളത് അതനുസരിച്ച്, ഇപ്പം ഒരു സാധാരണ അടുക്കള തോട്ടമാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം വെച്ചാൽ മതിയാവും. പിന്നെ ഉള്ളത്, ബിവേറിയ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മണ്ണിലുള്ള സമാധി ഘട്ടങ്ങളെ അത് നശിപ്പിച്ച് കളയും. പിന്നെ ഗുരുതരമായിട്ടുള്ള ആക്രമണം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്ന കീടനാശിനി തളിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കായീച്ചയെ നിയന്ത്രിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.